ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആൻഡ് ആം യുവർ നിമിഷ ഡേവിസ്. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ എന്താ നോക്കിയേ, ഗ്രേ സ്കെയിലിംഗ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റാണ് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത് അല്ലേ. ഇനി നമുക്ക് വേറെ കുറച്ച് ഇമേജിൻ്റെ തന്നെയാണ് നമ്മൾ കുറച്ച് നാളത്തേക്ക് ആദ്യം നോക്കുന്നുണ്ടായിരിക്കാം. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ വീഡിയോയിലോട്ടൊക്കെ കയറുന്നുണ്ടായിരിക്കാം കേട്ടോ. അപ്പോൾ ഇമേജിൽ ഇനി നമുക്കിപ്പം കുറച്ച് കാര്യങ്ങൾ കൂടി നോക്കാണ്ട്, അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ അത് നോക്കാം. അപ്പോൾ അതിന് മുൻപ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഫൈൻ, ഓക്കെ. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഗ്രേ സ്കെയിലിംഗ് ആണ് നോക്കിയത്. ഞാനതൊന്ന് കോപ്പി ചെയ്തിട്ട് വേറൊരു പേസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇനി ഇവിടെ നമ്മൾ റീസൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. ഇമേജിനെ എങ്ങനെയായിരുന്നു, സി വി ഡോട്ട് റീസൈസ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഇല്ലേ. ഇപ്പം ഇതിൽ ഈ ഒരു സൈസാണ് കൊടുത്തു നോക്കുന്നത്, ഇങ്ങനെയാണ് കൊടുത്തു നോക്കുന്നത്. പക്ഷേ എനിക്ക് വേറൊരു രീതിയിലാണ് ചെയ്യേണ്ടതെന്ന് വിചാരിക്കാം. എനിക്കിപ്പം എൻ്റെ ഈ ഒരു ഇമേജിൻ്റെ പകുതിയായിട്ട്, ഇമേജിൻ്റെ സൈസിൻ്റെ പകുതി സൈസിലോട്ട് ഷ്രിങ്ക് ചെയ്യണം. എൻ്റെ ഒരു ഇമേജ് ഉണ്ടാവും, ആ ഒരു ഇമേജിൻ്റെ എക്സാക്റ്റ് പകുതിയിലോട്ട് എനിക്ക് ഈ ഒരു ഇമേജിനെ ഷ്രിങ്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ എന്താ ചെയ്യാന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, മാത്പ്ലോട്ട്ലിബും കൂടി ഒന്ന് ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇമ്പോർട്ട് matplotlib ഡോട്ട് pyplot as plt. ഓക്കെ, പിന്നെ എന്ത് ചെയ്യാം, ഇമേജിനെ നമുക്ക് റീഡ് ചെയ്തെടുക്കാം. അതേപോലെ തന്നെ BGR കളറിനെ RGB കളറിലോട്ട്, എന്നുവെച്ചാൽ ഓപ്പൺ സി വി ഫോർമാറ്റിൽ നിന്ന് മാത്പ്ലോട്ട്ലിബിൻ്റെ ഫോർമാറ്റിലോട്ട് നമുക്കൊന്ന് കൺവേർട്ട് ചെയ്യാം. അപ്പം IMG RGB ഈക്വൽസ് എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്ത് കൊടുക്കുന്നു, CVT കളർ, അതിനുള്ളിൽ എന്ത് ചെയ്യുക, IMGനെ പാസ് ചെയ്യുക. അതേപോലെ തന്നെ CV കളർ BGR to RGB. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യണം, നമ്മളുടെ ആ ഇമേജിൻ്റെ സൈസ് പകുതിയാക്കിയിട്ട് നമുക്ക് ഷ്രിങ്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക, സ്മോൾ എന്ന് പറഞ്ഞിട്ട് ഞാൻ പേര് കൊടുക്കുന്നു, ഈക്വൽ ടു CV റീസൈസ്. അതിനുള്ളിൽ എന്ത് ചെയ്യുക, നമ്മുടെ IMG _RGB എന്നുള്ളത് ഞാൻ പാസ് ചെയ്തു. അതേപോലെ തന്നെ എൻ്റെ പകുതിയിലോട്ടാണ് മാറ്റേണ്ടത് അല്ലേ. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു, IMG _RGB ഡോട്ട് ഷേപ്പ്. ഓക്കെ, ഷേപ്പ് എങ്ങനെയാണ് വേണ്ടത്, ഷേപ്പ് ഓഫ് 1 ഫ്ലോർ ഡിവിഷൻ 2. ഓക്കെ, അതേപോലെ തന്നെ IMG RGB അല്ലേ, RGB ഡോട്ട് ഷേപ്പ് ഓഫ് 0 ഫ്ലോർ ഡിവിഷൻ 2. ഓക്കെ, ഇനി അതേപോലെ ഒരു വാല്യൂ കൂടി ഞാൻ പാസ് ചെയ്യുന്നുണ്ട്, എന്ന് വെച്ചാൽ ഇൻ്റർപൊളേഷൻ എന്ന് പറയും. ഇൻ്റർപൊളേഷൻ ഈക്വൽസ് എന്ന് പറഞ്ഞിട്ട് ഞാൻ CV ഇൻ്റർ സ്പെല്ലിംഗ് മാറിപ്പോയി, ഇൻ്റർ _ഏരിയ. ഇത്രയാണ് ഞാൻ പാസ് ചെയ്ത് നോക്കുന്നത്. ഫൈൻ, ഒരു മിനിറ്റ് കേട്ടോ. വ്യൂ വേർഡ് റാപ്പ്. ഓക്കെ, അതല്ലെങ്കിൽ അത് അങ്ങോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല. ഓക്കെ, ഇനി ഇതേപോലെ എനിക്കിപ്പോൾ വേണ്ടത് എൻ്റെ ഈ ഒരു ഇമേജിൻ്റെ ഡബിൾ സൈസിലോട്ട് കൺവേർട്ട് ചെയ്യണം. ഇത് ഷ്രിങ്കിങ് ആണ് നമ്മളിവിടെ ചെയ്യണത്, ഷ്രിങ്കിങ്. എനിക്കിപ്പോൾ ഒന്നും കൂടി വലുതാക്കണം, അതിനിപ്പോൾ എന്താ പറയാം, എൻലാർജിങ് എന്ന് വേണമെങ്കിൽ പറയാം. ഒന്നുകൂടെ വലുതാക്കണം, ഡബിൾ സൈസായിട്ട് എൻലാർജ് ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്താൽ മതി, ഞാൻ ഇതേ സെയിം തന്നെ ഒന്ന് കോപ്പി ചെയ്യുന്നുണ്ട്, വെറുതെ ടൈപ്പ് ചെയ്ത് ടൈം കളയണ്ട. ലാർജ് ഈക്വൽ എവിടേക്ക് ചേഞ്ച് വരുത്തണ്ടേ, CV റീസൈസ് കൊടുത്തു, ഇമേജിൻ്റെ വാല്യൂ പാസ് ചെയ്തു. ഇവിടെ നമ്മൾ ഫ്ലോർ ഡിവിഷൻ ചെയ്യണതിന് പകരം എന്ത് ചെയ്താൽ മതി, മൾട്ടിപ്ലൈ ചെയ്താൽ മതി, ഡബിൾ അല്ലേ. ഇവിടെ അത് മൾട്ടിപ്ലൈ. അതേപോലെ തന്നെ ഇവിടെ ഇൻ്റർപൊളേഷൻ ഈക്വൽ ടു CV ഇൻ്റർ ഏരിയ അല്ല, പകരം എന്താണ്, ഇൻ്റർ ക്യൂബിക് എന്നുള്ളതായിരിക്കണം കൊടുക്കേണ്ടത്. ഓക്കെ, ഇനി നമ്മളുടെ റിസൾട്ട് ഡിസ്പ്ലേ ചെയ്യിക്കാൻ എന്ത് ചെയ്യണ്ടേ, PLT നമുക്കിപ്പോൾ വേണമെങ്കിൽ സബ്പ്ലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം, 2 എന്ന രീതിയിൽ കൊടുക്കാം. സബ്പ്ലോട്ട് 1,3,1. അതേപോലെ തന്നെ നമുക്കിപ്പോൾ വേണമെങ്കിൽ PLT IM show
അവിടെ എന്ത് ചെയ്യുക, IMG RGB പാസ് ചെയ്യുക. ദെൻ PLT ഡോട്ട് ടൈറ്റിൽ കൊടുക്കാം. അതിൽ ഞാനിപ്പോൾ ഇവിടെ ഒറിജിനൽ എന്ന് പറഞ്ഞിട്ട് വാല്യൂ കൊടുക്കുന്നുണ്ട്. ഇതേ സെയിം ഞാൻ കോപ്പി ചെയ്തു, പേസ്റ്റ് ചെയ്തു, 2 വട്ടം പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിലെന്ത് ചെയ്യാം, നമുക്കിവിടെ 3, ഇവിടെ 2 എന്ന് കൊടുക്കാം. ഇവിടെ IMG RGBക്ക് പകരം ഞാൻ എന്ത് ചെയ്യുന്നു, സ്മോൾ എന്നുള്ളത് പാസ് ചെയ്യുന്നു. ഇവിടെ ഷ്രിങ്ക്ഡ് 1. ഓക്കെ, അതേപോലെ ഇവിടെ 1133 കൊടുക്കണു. IMG RGBക്ക് പകരം ലാർജ് എന്ന് കൊടുക്കുന്നു. ഇവിടെ എൻലാർജ്ഡ് എന്ന് പറഞ്ഞിട്ട് ഞാൻ കൊടുക്കുന്നു. ഇനി ലാസ്റ്റ് എന്ത് ചെയ്യുക, PLT ഡോട്ട് ഷോ എന്നുള്ളത് കോൾ ചെയ്യുക. സേവ് ചെയ്തു. എന്താ സേവ് ചെയ്യുക, ഞാനിപ്പോൾ ഫോർ റീസൈസിങ്. ഓക്കെ, റൺ ചെയ്ത് നോക്കാം. CMD പൈത്തൺ എന്തെങ്കിലും എറർ ഉണ്ടാവും ചിലപ്പോൾ. മാറ്റ്പ്ലോട്ലിബ് ഇല്ല. ഇത് പഴയ സിസ്റ്റം അല്ല, അപ്പോൾ പിന്നെ മാറ്റ്പ്ലോട്ലിബിന് ചെറിയൊരു ഇതുണ്ടായിരിക്കും. ഉണ്ടാവത്തില്ല ഇതിൽ. ഡൗൺലോഡ് ആവട്ടെ കേട്ടോ. അപ്പോൾ ആ നേരം കൊണ്ട് ഞാൻ ജസ്റ്റ് വേണമെങ്കിൽ ഇതൊന്നും നിങ്ങൾക്ക് ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്തുതരാം. നമ്മളിപ്പോൾ ചെയ്യണത് ഇമേജിനെ റീസൈസ് ചെയ്യലാണ്. ഓൾറെഡി നമ്മളിവിടെ ജസ്റ്റ് നേരിട്ട് വാല്യൂ മെൻഷൻ ചെയ്ത് കൊടുത്തിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതല്ലാതെ നമ്മൾ എന്ത് ചെയ്യണം, ഒരു പെർട്ടിക്കുലർ വിഡ്ത്ത് അല്ലെങ്കിൽ പെർട്ടിക്കുലർ ഹൈറ്റ് എന്ന് മെൻഷൻ ചെയ്യാതെ വേറെ രീതിയിൽ ചെയ്യണതാണത്. ഓക്കെ, റീസൈസിങ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ആ ഇമേജിൻ്റെ സൈസ്, വിഡ്ത്തും ഹൈറ്റും മാറ്റാം. അതെന്തിനാന്ന് വെച്ചാൽ ഒന്നെങ്കിൽ നമുക്ക് ആ ഒരു നമ്മുടെ ഡിസ്പ്ലേയുടെ അത്രയ്ക്ക് സൈസ് എന്ന രീതിയിൽ മെൻഷൻ ചെയ്ത് കൊടുക്കാനാവും. അതല്ലെങ്കിൽ നമ്മുടെ പ്രോസസ്സിങ് ടൈം ഉണ്ടല്ലോ, അത് കുറയ്ക്കാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മൾ ഈ ഒരു റീസൈസിങ് എന്നുള്ളൊരു കൺസെപ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കാം. ഓക്കെ, അതിനായിട്ട് മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഫംഗ്ഷനാണ് എന്ത്, CV ഡോട്ട് റീസൈസ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ. CV എന്ന് ഇവിടെ കൊടുത്ത കാരണം എന്താ, ഇവിടെ നമ്മൾ CV ആയിട്ട് അലിയാസ് നെയിം സെറ്റ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. അല്ലെങ്കിൽ CV2 ഡോട്ട് തന്നെ കൊടുക്കാം. ഓക്കെ, അതിലാദ്യം തന്നെ നമ്മൾ എന്ത് പാസ് ചെയ്യുന്നുണ്ടായിരിക്കും, നമ്മളുടെ ഇമേജ് പാസ് ചെയ്യുന്നുണ്ടായിരിക്കും. ഞാൻ അത് കോപ്പി ചെയ്യാം, നോട്ട്സ് വരാം. റീസൈസിങ്. ഓക്കെ, ഇതിലാദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യും, റീസൈസ് ചെയ്യണ വേരിയബിൾ നെയിം ഈക്വൽ ടു CV ഡോട്ട് റീസൈസ്. ഫംഗ്ഷൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യും, ഇമേജ് നെയിം പാസ് ചെയ്യും ആദ്യം തന്നെ. പിന്നെ നമ്മൾ പാസ് ചെയ്യുന്ന വാല്യൂ ആണ് നമ്മുടെ സൈസ്. അപ്പോൾ വേണമെങ്കിൽ ഡി സൈസ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ആ സൈസ് മെൻഷൻ ചെയ്ത് കൊടുക്കണു. പിന്നെ പാസ് ചെയ്യണതാണ് ഇൻ്റർപൊളേഷൻ. ഓക്കെ, ഇതാണ് നമ്മൾ പാസ് ചെയ്ത സൈസ്. പിന്നെ ഇതെന്താണ്, ഇൻ്റർപൊളേഷൻ. ക്ലിയർ? ഇനി ഇപ്പം എനിക്ക് ഇവിടെ inter_area കൊടുത്ത എന്തിനാന്ന് വെച്ചാൽ അത് മെയിനായിട്ടും ഡൗൺ സ്കെയിലിങ്ങിന് യൂസ് ചെയ്യണതാണ്, അല്ലെങ്കിൽ ഷ്രിങ്കിങ്ങിന് യൂസ് ചെയ്യണതാണ് എന്ത്, inter_area. എനിക്ക് സൂം ചെയ്യാനാണെങ്കിലോ അല്ലെങ്കിൽ എൻലാർജ് ചെയ്യാനാണെങ്കിലോ നമ്മൾ എന്ത് യൂസ് ചെയ്യുക, inter_cubic എന്നുള്ളതായിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കുക. ഇവിടെ കൊടുത്ത പോലെ. ഓക്കെ, എന്ന് വെച്ചാൽ ഇപ്പോൾ എൻ്റെ ഒരു ഇമേജ് ഒരു 3000 ആൻഡ് 2000 ഇതാണ് അതിൻ്റെ സൈസ് എങ്കിൽ അതിന് എനിക്ക് എന്ത് ചെയ്യണം, 300 and 200 ആയിട്ട് റീസൈസ് ചെയ്യണമെന്ന് വിചാരിക്കുക. അത് ചെയ്യണത് എന്തിനാ, കുറച്ചും കൂടി നമ്മുടെ ഇപ്പോൾ മോഡലിനെ ട്രെയിനിങ് ചെയ്യിക്കുന്ന ടൈമിൽ കുറച്ചും കൂടി ഫാസ്റ്റായിട്ട് നമുക്ക് റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇത് ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. നമുക്ക് നോക്കാം എറർ എന്തെങ്കിലും ഉണ്ടോ നോക്കാം. വെയിറ്റ് ചെയ്യാം കേട്ടോ. കണ്ട 3 എണ്ണമായിട്ട് വന്നിട്ടുണ്ട്. 3 എണ്ണത്തിൻ്റെ സൈസിലും വ്യത്യാസമുണ്ട്. ഇത് ഒറിജിനലാണ് ഇമേജ്. അതിൽ സൈസ് 1000 അല്ലെങ്കിൽ 1000 and 2500 എന്ന് വേണമെങ്കിൽ കൂട്ടാം. ഓക്കെ, ഇനി ഇതൊന്ന് ഷ്രിങ്ക്ഡ് ഇമേജാണ്. അപ്പോൾ ഇത് എത്രയാണ് വന്ന് നോക്കുന്നത്, ഈ ഒരു റേഞ്ചും പിന്നെ ഇങ്ങോട്ട് 1000 സംതിങ് വന്ന് നോക്കുന്നത്, 1500 എന്ന് കൂട്ടണം. ഇത് എൻലാർജ്ഡ് ഇമേജാണ്.
ഈ വിഡ്ത്ത് 2000 ഹൈറ്റ് അല്ല ലെങ്ത് എത്ര വന്ന് നോക്കണു 4500 വന്ന് നോക്കുന്നത്. ഇത് മൂന്നും ഒരേ സൈസ് പോലെ നമുക്ക് തോന്നണത് എന്തുകൊണ്ടാണ്? അത് നമ്മൾ ഒരു സബ് പ്ലോട്ടിൻ്റെ രീതിയിൽ പ്ലോട്ട് ചെയ്ത് വെച്ചുകൊണ്ടാണ്. പക്ഷെ അതിൻ്റെ സൈസ് ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. ഇത് നമ്മളൊരു മാപ്പ് പ്ലോട്ട് ലിബിലാണ് പ്ലോട്ട് ചെയ്ത് നോക്കുന്നത്. അതുകൊണ്ടാണ് ഇത് ഈ സൈഡിൽ നമുക്ക് കാണാൻ പറ്റും അതിൻ്റെ ലെങ്ത് എത്രത്തോളാണെന്നുള്ളത്. ഇതിപ്പോൾ ഇങ്ങനെ ഇപ്പം ഞാൻ സബ് പ്ലോട്ടിൽ പ്ലോട്ട് ചെയ്തുകൊണ്ട് ഇങ്ങനെ വരുന്നു. അതല്ലെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് എന്ത് ചെയ്യാം, ഇവിടെ നമ്മൾ ചെയ്ത പോലെ തന്നെ സി വിയിൽ തന്നെ പ്ലോട്ട് ചെയ്ത് നോക്കാം. അപ്പം അതിൻ്റെ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ക്ലിയർ ആണോ? ഫൈൻ. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം കൂടി നമുക്ക് ഈ വീഡിയോയിൽ തന്നെ നോക്കാം. ഈ ഒരു ഇമേജിനെ നമുക്ക് റൊട്ടേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഞാനതൊന്ന് കോപ്പി ചെയ്യാം. Ctrl+N Ctrl+V. നമ്മൾ എന്ത് ചെയ്തു, എവിടെ ഇതൊന്നും വേണ്ട നമുക്ക്. ഇത്രയും കാര്യങ്ങൾ ഓക്കെ, ഇതിരുന്നോട്ടെ, കളറിലോട്ട് മാറ്റിയതിരുന്നോട്ടെ. ഇനി ഇതിനെ ഞാൻ ഒന്ന് റൊട്ടേറ്റ് ചെയ്യണം. അപ്പം ഞാനിവിടെ IMG റൊട്ടേറ്റ് ഈക്വൽസ് എന്ന് പറഞ്ഞിട്ട് ഞാൻ കൊടുക്കുന്നു. അല്ലെങ്കിൽ വേണ്ട, റൊട്ടേറ്റ് ഒന്നും വേണ്ട, IMGR എന്ന് പറഞ്ഞിട്ട് ഞാൻ കൊടുക്കുന്നു. ഇതിൽ ഞാൻ എന്ത് ചെയ്യുന്നു, IMG_RGB പാസ് ചെയ്യുന്നു. ഡോട്ട് ഷേപ്പ് ഓഫ് 1 ഇതിൽ ഞാൻ ഡിവൈഡഡ് ബൈ ഫ്ലോ ഡിവിഷൻ ബൈ 2 എന്ന് കൊടുത്തു. അതേപോലെ തന്നെ കോമ IMG_RGB ഷേപ്പ് ഓഫ് 0 ഫ്ലോ ഡിവിഷൻ 2. ഓക്കെ, ഇനി ഞാനിവിടെ ഒരു മെട്രിക്സ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. മെട്രിക്സ് ഈക്വൽസ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു, CV ഡോട്ട് ഗെറ്റ് റൊട്ടേഷൻ, സ്പെല്ലിംഗ് കറക്റ്റ് അല്ലേ, അതെ, മെട്രിക്സ് 2D അങ്ങനൊരു ഫങ്ഷൻ ഉണ്ട്. അതിൽ ഈ ഒരു വാല്യൂ ഞാൻ പാസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ എനിക്കിപ്പോൾ വേണ്ടത് ഒരു 45 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യാനാണ്. അപ്പോൾ എന്ത് ചെയ്യുക, ഇവിടെ 45 എന്ന് കൊടുക്കുക. ദെൻ ഞാനിവിടെ ഒരു 1.0 എന്നും കൂടി കൊടുക്കുന്നുണ്ട്. ഇനി എന്ത് ചെയ്യുന്നു, റൊട്ടേറ്റഡ് ഈക്വൽസ് എന്ന് പറഞ്ഞിട്ട് ഞാൻ CV ഡോട്ട് റാപ്പ് പിന്നെ ഫൈൻ എന്ന് പറഞ്ഞിട്ടൊരു ഫങ്ഷനും കൂടി വരുന്നുണ്ട്. അതിൽ IMG_RGB പാസ് ചെയ്തു. അതേപോലെ തന്നെ മെട്രിക്സ് പാസ് ചെയ്തു. പിന്നെ IMG_RGB ഡോട്ട് ഷേപ്പ് ഓഫ് 1. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, അതേപോലെ തന്നെ IMG_RGB ഡോട്ട് ഷേപ്പ് ഓഫ് 0. ഈ രണ്ട് കാര്യം കൂടി ഞാൻ പാസ് ചെയ്ത് കൊടുത്തു. ഇനി PLT.IMShow ഇവിടെ എന്ത് ചെയ്യുന്നു, റൊട്ടേറ്റഡ് പാസ് ചെയ്യുന്നു. അതേപോലെ തന്നെ PLT ഡോട്ട് ഞാനൊരു ടൈറ്റിലും കൂടി കൊടുക്കാം, റൊട്ടേറ്റഡ് എത്രയപ്പോൾ ഒരു 45 ഡിഗ്രിയുടെ സിമ്പിൾ എൻ്റെ കയ്യിൽ കാണാനില്ല, നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇട്ട് കൊടുത്തോ കേട്ടോ, 45 ഡിഗ്രി. പിന്നെ എന്ത് ചെയ്യുന്നു, PLT ഡോട്ട് വേണമെങ്കിൽ ഇപ്പോൾ ഒരു ആക്സസും കൂടി നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ വേണ്ട, ആക്സസ് വേണ്ട, ഓഫ് എന്ന് കൊടുക്കാം. ഓക്കെ, ഞാനത് സേവ് ചെയ്തു. റൊട്ടേറ്റിംഗ്. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ എന്താ ചെയ്ത് നോക്കുന്നത്, നമ്മുടെ ഇമേജിനെ ഒരു 45 ഡിഗ്രിയിലോട്ട് റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, മെയിനായിട്ട് നമ്മളിപ്പോൾ ചെയ്യുന്നുണ്ടായിരിക്കും ഒരു സെൻറ്ററിലോട്ടൊക്കെ ആയിട്ടായിരിക്കും റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കിയത്. അപ്പോൾ ഇവിടെ വേണമെങ്കിൽ ഈ IMGR എന്ന് കൊടുത്തിട്ടില്ലേ, IMGR അതിനെ സെൻറ്റർ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. വേറെ എവിടെയാണ് IMGR കൊടുത്തു പോകുന്നത്, ഇവിടെയല്ലേ, വേറെ ഇല്ലല്ലോ. ഓക്കെ, സെൻറ്ററിലോട്ടായിരിക്കും മെയിനായിട്ട് നമ്മൾ ഈ ഒരു റൊട്ടേഷൻ ചെയ്യുന്നുണ്ടായിരിക്കുക. എന്നുവെച്ചാൽ നമ്മുടെ ഇമേജിനെ ഒരു പെർട്ടിക്കുലർ പോയിന്റിലോട്ട് റൊട്ടേറ്റ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. മെയിനായിട്ട് നമുക്കിപ്പം ഈ ഒരു ഒബ്ജക്ട്സിനൊക്കെ അലൈൻ ചെയ്യാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഡാറ്റ ഓഗ്മെൻറ്റേഷന് വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും നമ്മളിത് യൂസ് ചെയ്യുന്നുണ്ടായിരിക്കുക. ഓക്കെ, അതിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഫങ്ഷനാണ് എന്ത്, ഇവിടെ കൊടുത്തു നോക്കുന്ന ഈ രണ്ടെണ്ണം. എന്താ, CV ഡോട്ട് ഗെറ്റ് റൊട്ടേഷൻ മെട്രിക്സ് 2D എന്ന് പറഞ്ഞിട്ടുള്ളത്. അതൊരു
റൊട്ടേഷൻ മെട്രിക്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യണതാണിത്, ഈ ഒരു ഫംഗ്ഷൻ എന്ന് പറയണത്. ഓക്കെ, അതിലെന്തൊക്കെ പാസ് ചെയ്യുന്നുണ്ടായിരിക്കും? നമ്മുടെ ആ ഒരു സെൻറ്റർ പാസ് ചെയ്യുന്നുണ്ടാവും. ഇതതിൻ്റെ ഒരു ആംഗിളാണ്. 45 എന്ന് പറയുന്നത് ഏത് ആംഗിളിലോട്ടാണ് തിരിക്കേണ്ടതെന്നാണ്. പിന്നെ അടുത്ത പാരാമീറ്റർ ആയിട്ട് നമ്മൾ അതിൻ്റെ ഒരു സ്കെയിൽ നമ്മൾ കൊടുക്കുന്നുണ്ടായിരിക്കും, 1.0 എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, പിന്നെന്താ, റാപ്പ് അഫൈൻ എന്ന് പറഞ്ഞിട്ടുള്ള അടുത്തൊരു ഫംഗ്ഷനാണ്. അതിലായിരിക്കും നമ്മൾ ആ ഒരു റൊട്ടേഷനെ അപ്ലൈ ചെയ്യുന്നുണ്ടായിരിക്കാം. ഓക്കെ, ഇവിടെ ഒരു മെട്രിക്സ് ക്രിയേറ്റ് ചെയ്തു, അതിനെ അപ്ലൈ ചെയ്യുന്നത് ഇതിലായിരിക്കും, ഈ ഒരു ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ടായിരിക്കും. അതിൽ ആദ്യം തന്നെ നമ്മൾ ഇമേജ് പാസ് ചെയ്യും, പിന്നെ എന്താണ്, നമ്മുടെ റൊട്ടേഷൻ മെട്രിക്സ് പാസ് ചെയ്തു, പിന്നെ ഇതെന്ന് പറയണത് അതിൻ്റെ സൈസാണ്. ഓക്കെ, 2 സൈസും നമ്മൾ അതിൽ മെൻഷൻ ചെയ്തു. ക്ലിയർ അല്ലേ? ഓക്കെ, സോ നമുക്കിതൊന്ന് റൺ ചെയ്ത് നോക്കാം. ഇതിൻ്റെ ഇപ്പോൾ ഒരു എക്സാമ്പിൾ നമുക്കിപ്പോൾ പറയുകയാണെങ്കിൽ, നമ്മളിപ്പോൾ ഒരു നമ്മുടെ ഒരു ഫേസ് ഇമേജ് ഒരു 30 ഡിഗ്രി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലോട്ട് നമ്മൾ തിരിച്ചു കൊടുക്കണം. അങ്ങനത്തെ രീതിയിലൊക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ ചെറിയ ചെറിയ എക്സാമ്പിൾസ് നമുക്കിതിൽ വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഞാനിതൊന്ന് ക്ലോസ് ചെയ്യട്ടെ. പൈത്തൺ റൊട്ടേറ്റ്, എറർ ഉണ്ടോ നോക്കട്ടെ. ഓക്കെ, കണ്ടോ, നമ്മുടെ നോർമൽ ഇമേജ് നേരെയായിരുന്നു, അതൊരു 45 ഡിഗ്രിയിലോട്ട് റൊട്ടേറ്റ് ചെയ്ത് വന്നപ്പോൾ സൈഡിലോട്ട് തിരിഞ്ഞു പോയി. കണ്ടോ? ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പോൾ നമ്മളിന്ന് നോക്കി നോക്കണത് റീസൈസിങ്ങും റൊട്ടേഷനും ആണ്. ഇനിയും കുറച്ച് കാര്യങ്ങളും കൂടി ഉണ്ട്. നമ്മൾ കുറേ നേരമായോ വീഡിയോ എടുത്തിട്ടില്ലല്ലോ. ഓക്കെ, പോട്ടെ. ഇപ്പോൾ ഈ 2 കാര്യങ്ങൾ മതി. ഇത് നിങ്ങൾ ചെയ്ത് നോക്കുക, പല പല രീതിയിൽ ചെയ്ത് നോക്കുക. ഇതിനെക്കുറിച്ച് ജസ്റ്റ് കുറേ ഗൂഗിൾ ചെയ്ത് നോക്കാം. ഓക്കെ, അതല്ലെങ്കിൽ ഇതൊക്കെ ചെയ്യണ കാര്യങ്ങളൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് പിന്നീട് ഏറ്റവും ലാസ്റ്റ് ഫൈനൽ പ്രൊജക്റ്റ് വരുന്ന ടൈമിലൊക്കെ ഈ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഞാൻ കൂടുതലായിട്ട് വീഡിയോയിൽ എടുക്കാതെ ചെറിയ ചെറിയ ടോപ്പിക്കുകളായിട്ട് എടുത്തു പോയാൽ നിങ്ങൾക്കത് ഓർമ്മയിൽ നിൽക്കാനായിട്ടാണെങ്കിലും പിന്നീട് ഡൗട്ട് വരുമ്പോൾ എടുത്ത് നോക്കാനാണെങ്കിലും എളുപ്പമായിരിക്കും. ഓക്കെ, so thank you, that's all for this video. Bye, have a nice day.